നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ്. കർക്കിടകൻ രാശിയിലേക്ക്, തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചാരവശാൽ അതിചാരമായി വ്യാഴം മിഥുനൻ രാശിക്കാർക്ക് ഒരു ലോട്ടറി പോലെ 2ാം ഭാവത്തിൽ വന്നിരിക്കുന്നു. ഇത്രയും കാലം മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമായിരുന്നു. കണ്ടകശനിയുണ്ട്, അതിനുമപ്പുറം ജന്മവ്യാഴമായിരുന്നു. ഒരിക്കലും ജന്മവ്യാഴം സ്വസ്ഥത തരില്ല ഒരു വ്യക്തിക്ക്. അങ്ങേയറ്റ മാനസിക ക്ലേശങ്ങളും പ്രയാസങ്ങളും ആ വ്യാഴം അനുഭവിപ്പിക്കും. ജാതകത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്, പക്ഷേ ചാരവശാൽ ജന്മവ്യാഴം നല്ലതല്ല. തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്സൊത്തു ഗാത്രമെന്നാണ്. ഒരു വലിയ ചെമ്പുകുടത്തിൽ വെള്ളം തിളക്കുമ്പോൾ ആ വെള്ളം തിളക്കുന്നത് പോലെ
മനസ്സും ശരീരവും തളച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അത്രയധികം മാനസിക സംഘർഷങ്ങൾ ജന്മവ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. ഇളക്കം ഗമിക്കും. തൻ്റെ ഉള്ള സ്ഥലത്തു നിന്നും തനിക്കെന്ത് ചെയ്യും? ഒരു മാറ്റമുണ്ടാകും. മന്ത്രി ജന്മം ഗമിക്കേ. ലഗ്നത്തിൽ ജന്മവ്യാഴം അതാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കയർക്കും ജനം വിത്തവും പോവും. തനിക്ക് ധാരാളം സാമ്പത്തികമായ പ്രയാസങ്ങൾ വരും, ധനം നഷ്ടപ്പെടും, ജനങ്ങളുമായി കലഹിക്കേണ്ടി വരും. ഈ ഒരു അവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഈ 49 ദിവസം ഡിസംബർ 5 വരെ വളരെ അനുകൂലമായി കാര്യങ്ങൾ ഒക്കെ നീങ്ങി പെട്ടെന്ന് തന്നെ ധാരാളം വലിയ മാറ്റങ്ങൾ മിഥുനൻ രാശിക്കാർക്കുണ്ടാകും. എന്തെല്ലാമാണ് ഉണ്ടാവുക? യാത്ര തയ്യാറായി വരും. തനിക്ക് വലിയൊരു യാത്രാ സൗഭാഗ്യം വരും. അതിനു പുറമെ തനിക്ക് നഷ്ടപ്പെട്ട കാശ് ലഭിക്കും, തിരിച്ചു കിട്ടും പെട്ടെന്ന്. തന്നെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനമൊക്കെ ലഭിക്കും. തന്നെ വിദേശത്തുള്ള സുഹൃത്ത് വന്ന് തന്നെ വിദേശത്തേക്ക് ക്ഷണിക്കാം, അല്ലെങ്കിൽ ജോലി ഓഫർ ചെയ്യാം. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. തനിക്ക് ഭാര്യാസുഖം ലഭിക്കും. ഭാര്യയുമായി ചേർന്ന് വിദേശത്തേക്ക് പോകേണ്ട യോഗമുണ്ടാകും. ഇവിടെ യാത്രാപതിയാഗ്രഹം ഉച്ചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്നു. ഏതായാലും കർമ്മമേഖലയിൽ ഒരു നവവസന്തമാകുന്നു. മിഥുനൻ രാശിക്കാരുടെ കർമ്മഭാവം മീനമാണ്. അവിടത്തേക്കാണ് ധനസ്ഥാനത്ത് വ്യാഴം നിന്നുകൊണ്ട് പ്രത്യേകമായി ആ 10ാം ഭാവത്തിലേക്ക്, മീനത്തിലേക്ക് വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി 9ാം ഭാവത്തിലേക്ക്, ത്രികോണം 5, 9 ഭാവങ്ങളിൽ വ്യാഴത്തിന് വിശേഷ ദൃഷ്ടിയാണ്. അതിനാൽ വളരെ നല്ല ഒരു 49 ദിനക്കാലം മിഥുന രാശിക്കാർക്കുണ്ടാകും. പല കാര്യങ്ങളും അവർക്ക് സെറ്റാക്കി വെക്കാം. ആ സെറ്റാക്കി വെച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ 2026 ജൂൺ മുതൽ വീണ്ടും വ്യാഴം ഉച്ചക്ഷേത്രത്തിലേക്ക് വരുന്ന സമയമാണ്. വളരെ നല്ല അനുഭവം ഈ രാശിക്കാർക്കുണ്ടാകും. വളരെ ആനുകൂല്യങ്ങളും ദൈവാധീനവും മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.